ഏകാനൂർ ഗ്രാമപഞ്ചായത്ത് വയോജന സൗഹൃദ പരിപാടിയുടെ ഭാഗമായി സഹയാത്ര സംഘടിപ്പിച്ചു. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് വയോജന സൗഹൃദ പരിപാടിയുടെ ഭാഗമായി വയോജന സംഗമവും കലാമേളയും സംഗീത വിരുന്നും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും നടന്നു. എം വിൻസെന്റ് MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനുള്ള വ്യത്യാസം ശിശുക്കളെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി വാത്സല്യം കോരി ചൊരിഞ്ഞ് അവരെ നന്നായി നോക്കി അവരെ പരിപാലിക്കുന്നതിൽ വലിയൊരു ആത്മഹർഷം ഓരോരുത്തർക്കുമുണ്ട്. മെഡിസിൻ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. അതിന് പഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ മാനേജ്മെന്റ് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു ഒരു ഫാർമസിസ്റ്റിനെ നിയമിക്കാൻ. കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ്. ശമ്പളം കൊടുക്കണം. അതുകൊണ്ട് തീരുമാനമെടുത്ത് നിയമിക്കാൻ കഴിയില്ല. DHS എഴുതി നമ്മുടെ ജനകീയാസൂത്രണത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി ഫാർമസിസ്റ്റിനെ നിയമിച്ച് മരുന്ന് വീടുകളിൽ എത്തിച്ചു കൊടുക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RS ശ്രീകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും വയോജന സംരക്ഷണ ബോധവൽക്കരണ ഡോക്യുമെന്ററിയുടെ പോസ്റ്റർ പ്രകാശനവും നടന്നു. നമ്മുടെയൊക്കെ വളരെ നല്ല മനസ്സിന് നമ്മുടെ പഞ്ചായത്ത് നമ്മളെയൊക്കെ ഇങ്ങനെ അണച്ചു നിർത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും പഞ്ചായത്ത് ഇടപെടുകയും നമുക്ക് വേണ്ട സംരക്ഷണം തരികയും ചെയ്യുന്ന ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റം സന്തോഷം തോന്നും. നമുക്കറിയാം, നമ്മുടെ ജീവിതം മുഴുവൻ തന്നെ നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ തന്നെ വളരെയേറെ ത്യാഗം സഹിച്ച് ജീവിച്ച ആളുകളാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പല സ്ഥലത്തും നമ്മൾ കാണുന്നത് വളരെയേറെ ത്യാഗം സഹിച്ച് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ മക്കള് പലപ്പോഴും അവരുടെ സ്വന്തം കാലം നിൽക്കുന്ന വരും നാളുകൾ കേരളത്തിലെ തന്നെ ഒരു മാതൃകാ പഞ്ചായത്തായി ഇത് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് വെള്ളായണിക്കായലിന്റെ സംരക്ഷണമായാലും അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷികളെ സംരക്ഷിച്ചുകൊണ്ട് വീടുകളിൽ കൃഷികൾ പുരോഗമിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, കിടപ്പ് രോഗികളെയും മറ്റ് അമ്മമാരെയും സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ, ഇന്നിപ്പോൾ വയോജന സംരക്ഷണം അല്ലെങ്കിൽ വയോജന കെയറിങ്ങിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരുടെയും സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ പറയാം, നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നത് അമ്മമാരെയും അച്ഛന്മാരെയും ആണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് പക്ഷേ കുട്ടിക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മയ്ക്കും അച്ഛനും കൊടുക്കുമെങ്കിൽ വളർന്നു വരുമ്പോഴത്തേക്കും അതിലെവിടെയൊക്കെ ചെറിയ ചെറിയ ന്യൂനതകളും പാകപ്പിഴകളും കാണുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിലുള്ള ഒരു വലിയൊരു അന്തചിത്രമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളെല്ലാം പുനർവിചരിക്കേണ്ട ഒരു കാരണം കൂടിയാണ്. കാരണം പലപ്പോഴും നമ്മുടെ കുട്ടികൾ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പാരൻസിനെ കെയർ ചെയ്യുന്നതിന്റെ ശ്രദ്ധയിൽ കുറച്ചൊരു മാറ്റങ്ങൾ വരുന്നു. പാരൻസ് അല്ലെങ്കിൽ മുതിർന്നവർക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ, അവരുടെ അഭിരുചികൾ എക്സ്പ്രസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള വേദികൾ നഷ്ടപ്പെടുന്നു. ആരോഗ്യ